വാട്സാപ്പിൽ ഇതാ വീണ്ടും പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സ്ഥിരമായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് വളരെയധികം ഉപകാരപ്പെടും. അതുമാത്രമല്ല, വാട്സാപ്പിൽ ഒരു കോൺടാക്റ്റ് നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു മണ്ടത്തരമുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സുഹൃത്തിനെ ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്കറിൻ്റെ ഒരു ഐക്കൺ കാണുന്നുണ്ടല്ലോ, അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സുഹൃത്തിന് അയച്ചു കൊടുക്കാം. ഇവിടെ ഒരു ലെൻസിൻ്റെ ചിഹ്നമുണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ എന്താണ് എഴുതുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിക്കറായിട്ട് മാറും. അതാണ് പുതിയ ഓപ്ഷൻ. ഇവിടെ ഞാൻ ഹലോ എന്ന് എഴുതിയാണ്. ഉടനെ തന്നെ അത് സ്റ്റിക്കറായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഏതാണ് വേണ്ടത്, ആനിമേഷൻ സ്റ്റിക്കർ അടക്കം ഇവിടെയുണ്ട്. നമുക്ക് ഏത് വേണം അത് സെലക്ട് ചെയ്താൽ മാത്രം മതി, ഉടനെ അത് സെൻഡ് ആവും. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഇവിടെ സെൻഡ് ചെയ്യാണ്. കണ്ടോ, ആ ഒരു നമ്മൾ എഴുതിയത് ഇവിടെ സ്റ്റിക്കറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷിലല്ല, നമ്മളുടെ ലാംഗ്വേജിൽ നമ്മൾ എഴുതിയാലും അത് സ്റ്റിക്കറായിട്ട് മാറും. ഞാനിപ്പോൾ മലയാളത്തിൽ ഇവിടെ എഴുതുകയാണ്. എവിടെയാ എന്ന് ഞാനിപ്പോൾ എഴുതുകയാണ്. ഓക്കെ, കണ്ടോ, അത് ഇവിടെ സ്റ്റിക്കറായിട്ട് വന്നിട്ടുണ്ട്. ഏതാണ് വേണ്ടത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, അത് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഏത് ലാംഗ്വേജിലും നമ്മൾ എഴുതുന്നത് ഉടനെ തന്നെ സ്റ്റിക്കറാക്കി മാറ്റാനുള്ള ഒരു പുതിയൊരു ഓപ്ഷനാണ് ഇപ്പോൾ വാട്സാപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ വാട്സാപ്പിലും അതുണ്ടോ എന്ന് നോക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, വാട്സാപ്പിൽ ഒരു നമ്പർ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പം വാട്സാപ്പിൽ സേവ് ചെയ്യാത്ത ഒരു നമ്പറിൽ നിന്നും നമുക്ക് മെസ്സേജോ കോളോ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു നമ്പർ ഞാൻ സേവ് ചെയ്യാത്തതാണ്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ എനിക്ക് ആവശ്യമുണ്ട്. ആ നമ്പറിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് ടു കോൺടാക്ട്സ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് സേവ് ചെയ്യാം. പേര് വേണമെങ്കിൽ നമുക്കിവിടെ മാറ്റി കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാട്സാപ്പിൽ മാത്രമാണ് സേവ് ആകുക. മെയിൻ കോൺടാക്റ്റിൽ ഒരിക്കലും സേവ് ആകുകയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, സിങ്ക് കോൺടാക്റ്റ് ഫോൺ എന്ന ഭാഗം ഓഫിലാണ് ഉള്ളത്. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓൺ ചെയ്തിട്ടാണ് നിങ്ങൾ സേവ് ചെയ്യുന്നതെങ്കിൽ വാട്സാപ്പിലും ഇത് സേവായി കിടക്കും. അതുപോലെ തന്നെ ഈ കോൺടാക്റ്റ് നിങ്ങളുടെ മെയിൻ കോൺടാക്റ്റ് ലിസ്റ്റിലും വരും. ഇത് ഇങ്ങനെ ഓരോ കോൺടാക്റ്റും സേവ് ചെയ്യുന്ന സമയത്ത് ഓൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം ഇതുപോലെ ഓൺ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഏത് കോൺടാക്റ്റും, അതായത് നിങ്ങളുടെ വാട്സാപ്പിൽ സേവ് ചെയ്യാത്ത ഏത് കോൺടാക്റ്റും നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കോൺടാക്റ്റിലും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സാപ്പ് കോൺടാക്റ്റിലും ഇത് സേവ് ആകും. ഓക്കെ, അപ്പോൾ കോൺടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.